എന്തേ ഇവിടുന്ന് പോയില്ലേ? അന്ന് വിട്ടിട്ട് പോയില്ല? ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇവിടെ ഒളിച്ചിരിക്കായിരുന്നോ? എന്തേ വന്നേ? ആരെ കാണാനാ വന്നേ? അവരെ കാണാനാണോ വന്നേ? ശ്വേതാജി കാണാനാണോ വന്നേ? എന്നെ കാണാനാണോ വന്നേ? ആരെ കാണാനാ? ഈ ചേച്ചി പറഞ്ഞു, കൊച്ചു പറഞ്ഞു ഈ ചേച്ചി എന്ന് പറഞ്ഞു. ഞങ്ങളെ കൂടെ ഓണം അടിച്ചു വിളിക്കാൻ വന്നതാണോ? പാട്ടൊക്കെ വൈറലായല്ലോ കഴിഞ്ഞ വർഷം. ഭയങ്കര വൈറലായി. അപ്പൊ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതൊക്കെ പുതിയ പട്ടുപാവടയൊക്കെ ഓണായോണ്ട് ആരാ വാങ്ങിച്ചെന്നേ? എന്റെ അച്ഛനാണ് വാങ്ങിച്ചു തന്നത്. പിന്നെ വേറെ എന്തൊക്കെ പുതിയത് മേടിച്ചു? ലിപ്സ്റ്റിക് ഇട്ടത് എവിടുന്നാ? ഇവിടുന്നാ? വീട്ടിന്നാ? ഇവിടുന്ന്. അപ്പൊ പറ, ഇന്ന് ഞങ്ങക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കണേ? പാട്ടാണ് കൊണ്ടുവന്നത്. കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ല? അത് ശരി. പിന്നെ വേറെ എന്താണ് വിശേഷം? വീട്ടില് നാട്ടിലൊക്കെ എന്താ വിശേഷം? കൂടെ ആരാ വന്നിരിക്കണേ ഇന്ന്? അച്ഛനും അമ്മയും ചേട്ടനും. സ്ഥിരം വരുന്ന പോലെ അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെയോ വേറെന്താ? വേറെ ആരുമില്ല. വേറെ എന്താ വിശേഷം? ഓണായിട്ട് എന്താ സ്പെഷ്യൽ വിശേഷം? വേറെ വിശേഷം ഒന്നും എനിക്കറിയില്ല. എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചിട്ട് പോന്നല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ലേ ഉദ്ദേശിച്ചേ? എന്നാ ശ്വേതാജിക്ക് ഒരു ഫ്ലൈയിങ് കിസ് കൊടുത്തേ. ദേ അവിടെ കസേരയിലിരിക്കുന്ന ഒരു ഉമ്മ കൊടുത്തേ. ഞാൻ അമ്മമാർക്ക് ഒരു ഉമ്മ കൊടുത്തേ. അമ്മമാർക്ക്. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഉമ്മ കൊടുത്തേ. സൂപ്പർ. ഇനി എനിക്കൊരു ഉമ്മ തന്നെ. വെരി ഗുഡ്. അപ്പൊ ഇനി എന്താണ്, ഒരു പാട്ട് പാടി തരൂ ഞങ്ങക്ക് വേണ്ടി? വേറെ കൂടെ ആരെങ്കിലും വിളിക്കാനുണ്ടോ പാട്ട് പാടാൻ? ഏട്ടൻ. എവിടെയാ ഏട്ടൻ? തുമ്പപ്പൂച്ചോട്ടിൽ യെസ്, രണ്ടുപേരും ചേർന്ന് നല്ലൊരു പാട്ട് അല്ല? ഏത് പാട്ടാ പാടാൻ പോകുന്നത്? വെണ്ണില കൊമ്പിലരാപ്പാടി. ഉസ്താദിലെ ആ ഒരു ചേട്ടനും അനീതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്. ആ വിഷ്വലും ആ പാട്ടും ഒക്കെ ഭയങ്കര രസമുള്ളതാണ്. അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടി ഈ ചേട്ടനും അനീതിയും ചേർന്ന് ആ പാട്ട് പാടാൻ പോവാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
താമര